ഹലോ, നമുക്കൊരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയാലോ? അപ്പം അത് ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. നമ്മളിത് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നമ്മളൊരു രാവിലെ ആകുമ്പം ഒരു 6 to 8 hours കഴിഞ്ഞ് എടുത്ത് കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് പാലുണ്ട്. പാലിന് ആദ്യം തന്നെ കുറച്ച് ഓട്സ് ഇട്ടു. ഒരു 3 സ്പൂൺ ഓട്സ് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിയാ സീഡ്. ഞാനൊരു 1.5 ടീസ്പൂൺ ചിയാ സീഡ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അത് ഞാനൊരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് റെസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി. ഇത് യൂഷ്വലി ഒറ്റയ്ക്കൊന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴിക്കാറില്ല, പക്ഷെ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ അറിയും കൂടി ഇല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. പിന്നെ നമുക്ക് വേണ്ടത് വാലൻസ് ആണ്. ഇതൊരു ബ്രെയിൻ നട്ടാണ്. നമുക്ക് ഒമേഗ 3 ഒക്കെ തരുന്ന നല്ലൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് വാൾനട്ട്സും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആൽമണ്ടും ഉണ്ട്, ബ്രൗൺ റെസിൻസും ഉണ്ട്, അതും ആഡ് ചെയ്തു. പിന്നെ ഞാനിത് ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാഷ്യൂവും ആൽമണ്ടും. അപ്പം അത് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പൊമഗ്രനൈറ്റ് ആണ്. അത് ഓക്കെ, അതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. ഒരു ടാസ്ക്കാണ്, താഴെ പോവാതെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തിടുക എന്നുള്ളത്. ആൻഡ് ഫൈനലി കുറച്ച് ആപ്പിളും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാണ്. ഓക്കെ, സ്ലോലി ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം പച്ചടിക്ക് താഴെ പോകും. ഞാൻ പിന്നെ കുറച്ച് ഈന്തപ്പഴം അതും കൂടെ ഞാനിവിടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് നിറഞ്ഞ് കവിഞ്ഞു. ഈന്തപ്പഴം കൂടെ ഇപ്പം അങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച ആപ്പിളും ഈന്തപ്പഴമൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതിനടക്കാൻ തന്നെ സ്ഥലമില്ല. ആൻഡ് ഫൈനലി നമുക്ക് കുറച്ച് ഹണി കൂടെ ഇടാം. ഹണി കൂടി ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, ഫൈനലി ആയി, തുളുമ്പി നിൽക്കുന്നു. ഇനി കുറച്ച് പാൽ എക്സ്ട്രാ എടുത്തു അങ്ങനെ ആഡ് ചെയ്യുന്നത്. ഇത് ഇനി താഴെ പോവാതെ ഇളക്കുക എന്നാണ് നമ്മുടെ ടാസ്ക്. പാൽ ഇത്രയും എടുക്കണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും എത്ര എടുത്താലും ഇത് ഫുൾ എടുത്താൽ തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവം. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫുള്ളാണെങ്കിലും നമ്മൾ തീർക്കും ഇത് രാവിലെ തന്നെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 6 to 8 hours കഴിഞ്ഞ് നമുക്കെടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.